ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന്റെ സൈനിക ഘടനയിൽ ഭരണഘടനാപരമായ മാറ്റങ്ങൾ വരുത്തി. പാകിസ്ഥാന്റെ സൈനിക സംവിധാനത്തിലെ ഗുരുതരമായ പ്രശ്നങ്ങളും കുറവുകളും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ തുറന്നുകാട്ടിയതിന്റെ അംഗീകാരമാണ് ഭരണഘടനാപരമായ ഭേദഗതികളും പ്രതിരോധ മേഖലയിലെ പുനഃക്രമീകരണങ്ങളും എന്ന് പ്രതിരോധ മേധാവി ജനറൽ അനിൽ ചൗഹാൻ അഭിപ്രായപ്പെട്ടു. ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സിൽ നടന്ന പൂനെ പബ്ലിക് പോളിസി ഫെസ്റ്റിവൽ 2026 പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷന് ശേഷം പാകിസ്ഥാന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ ഘടനയിൽ നടപ്പിലാക്കിയ മാറ്റങ്ങൾ സംഘർഷ സമയത്ത് ഉയർന്നുവന്ന ബലഹീനതകളെ വെളിപ്പെടുത്തുന്നതാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റിയുടെ ചെയർമാൻ പദവി നിർത്തലാക്കി പകരം ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സസ് എന്ന സ്ഥാനം ഏർപ്പെടുത്തുകയും നാഷണൽ സ്ട്രാറ്റജി കമാൻഡ്, ആർമി റോക്കറ്റ് ഫോഴ്സസ് കമാൻഡ് പോലുള്ള പുതിയ സംവിധാനങ്ങൾ രൂപീകരിക്കുകയും ചെയ്തതും ഓപ്പറേഷൻ സിന്ദൂറിലെ തിരിച്ചടിയുടെ ഭാഗമായി പാകിസ്ഥാൻ കൊണ്ടുവന്ന മാറ്റങ്ങളാണെന്ന് ജനറൽ ചൗഹാൻ വ്യക്തമാക്കി. ഈ നീക്കങ്ങൾ സംയുക്തവും തന്ത്രപരവുമായ സൈനിക അധികാരങ്ങൾക്കൊപ്പം പരമാധികാരം ഒരു വ്യക്തിയിൽ അസാധാരണമായി കേന്ദ്രീകരിക്കുന്നതിലേക്ക് നയിക്കുന്നുവെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇത് കൂട്ടായ്മയുടെ ആശ്രയത്തിന് വിരുദ്ധമാണ്. ഇത്തരം കേന്ദ്രീകരണം പാകിസ്ഥാന്റെ സൈനിക ഘടനയ്ക്ക് ആന്തരിക വെല്ലുവിളികൾ ഉയർത്തും എന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ സൈനിക ഘടനയിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ആഗോള സൈനിക തന്ത്രം അടിസ്ഥാനപരമായ പരിവർത്തനം നേടുകയാണെന്നും ഭൂമിശാസ്ത്രം മാത്രമല്ല സാങ്കേതിക വിദ്യയും യുദ്ധത്തിന്റെ നടത്തിപ്പിനെ കൂടുതൽ രൂപപ്പെടുത്തുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പാനിപ്പെട്ട് മുതൽ പ്ലാസി വരെ ഭൂമിശാസ്ത്രമാണ് ഒരിക്കൽ പടയോട്ടങ്ങളെ നിർദ്ദേശിച്ചിരുന്നത്. ഇന്ന് സാങ്കേതിക വിദ്യയാണ് അതൊക്കെ തീരുമാനിക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭാവിയിലെ സംഘർഷങ്ങൾ സമ്പർക്കരഹിതവും ഊർജ്ജരഹിതവുമായ രീതികളെ കൂടുതൽ ആശ്രയിച്ചേക്കാമെന്നും ഇന്ത്യയിൽ ജോയിന്റ് തിയേറ്റർ കമാൻഡുകൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള അടിസ്ഥാന പ്രവൃത്തികൾ മിക്കവാറും പൂർത്തിയായിട്ടുണ്ടെന്നും സമയപരിധിക്ക് മുമ്പ് സംയോജിത കമാൻഡ് ഘടന പ്രവർത്തനക്ഷമമാകുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.